and praise the Lord. What a joy it is this morning just to come together as a family, as a church, wherever we are, as a family in each home to worship this awesome and mighty God. What a privilege God has given us, as we read in Psalm 22, to enthrone Him on our praises this morning and to say that your name is the greatest name above all names and worthy to be praised and glorified. And that's what we want to do this morning, to give thanks to എല്ലാ നന്മകൾക്കും എല്ലാ ദാനങ്ങൾക്കും കർത്താവെ സ്തോത്രം ചെയ്യുവാനും സ്തുതിപ്പാനും, and to change our hearts, Lord, and to fill us with your spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, to live every day to trust in you, Father. Thank you. You're such a good God. We bless your name. Love you. We lift your name in all the earth. May your kingdom be established on our praises, as your people declare your mighty words. Blessed be the Lord God Almighty, who was and is to come. Blessed be the Lord God Almighty, who reigns forevermore. Father in heaven, how we love you. We lift your name in all the earth. May your kingdom be established on our praises, as your people declare your mighty works. Blessed be the Lord God Almighty, who was and is to come. Blessed be the Lord God Almighty, who reigns forevermore. Blessed be the Lord God Almighty, who was and is to come. Blessed be the Lord God Almighty, who reigns forevermore. Who reigns forevermore. Who reigns forevermore. കർത്താവെ, എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും അവിടുന്ന് തന്നെയാണെന്നല്ലോ കർത്താവെ ഞങ്ങൾക്ക് നൽകുന്നത്. എല്ലാത്തിനും ഉറവിടമാകും ഈ യേശുവിനെ ആരാധിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദിനവും പരനെ നന്ദിയായി. സാഹചര്യങ്ങൾ എന്താണെങ്കിലും കർത്താവെ, അവിടുത്തെ മുഖത്തെ നോക്കിക്കൊണ്ട്, അവിടുത്തെ വലിയ വാഗ്ദത്തങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ദിനം പ്രതി ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയായി, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയായി. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവിൻ്റെ വചനവുമായിട്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഷെയർ ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് കടുത്ത നിരാശകളെയും ആത്മഹത്യാപരമായ ചിന്തകളെയും നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം. അല്ല, നമ്മുടെ ചുറ്റും നമുക്കറിയാം, കൊറോണ അല്ലെങ്കിൽ COVID-19 പരന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഭീതിയിലാണ്, ജനങ്ങൾ നിരാശയിലാണ്. ആത്മഹത്യാപരമായ ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ TV-യിലും ന്യൂസ് പേപ്പറിലും എല്ലാം നമ്മൾ വായിക്കുന്നത് എന്താ? സ്കൂൾ കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുക. ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെ സിനിമാ താരങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, അതിഥി തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ ആത്മഹത്യയുടെ ഒരു അതിപ്രസരം നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. അതിനെ എങ്ങനെ അതിജീവിക്കാം? ഈ കടുത്ത നിരാശയാണ് ആത്മഹത്യയിലേക്ക് ജനത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. അല്ലെ, ഈ ആത്മഹത്യ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളും ചിന്തകളും എന്തൊക്കെയാണ്? അല്ലെ, ചിലപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല, ശത്രു അടുത്തു വരുന്നു, അല്ലെങ്കിൽ ജപ്തി അടുത്തു വരുന്നു, കടഭാരങ്ങൾ മുക്കിക്കളയാൻ പോകുന്നു, രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. അതല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല, ഈ രോഗം മാറുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. മാനസികമായിട്ടുള്ള വേദനയായിരിക്കും, ശാരീരികമായിട്ടുള്ള വേദനയായിരിക്കും. അതല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുമ്പോൾ, നമ്മളെ മാറ്റി മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടതിൻ്റെ നാണക്കേടും കുറ്റബോധവുമായിരിക്കും. ചിലപ്പോൾ പണ്ട് ചെയ്ത ചില കാര്യങ്ങളുടെ ഓർമ്മകൾ വേട്ടയാടുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കും. ഇതൊക്കെയാണ് മനുഷ്യരെ പൊതുവെ ഒരു ആത്മഹത്യയിലേക്ക് നടത്തുന്നത്. അല്ലെ, നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ പോലും 2-3 പേരെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ശൗൽ രാജാവ്. അഗ്രചർമ്മികളായ ഫിലിസ്തീർ തന്നെ പിടിക്കാൻ വരുന്നു. അവരുടെ കയ്യിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് തൻ്റെ സ്വന്തം വാളിൻ്റെ മേൽ വീണ് ശൗൽ ആത്മഹത്യ ചെയ്യുക. വേറൊരാളാണ് അഹിതോഫേൽ. ദാവീദിൻ്റെ കൗൺസിലറായിരുന്നു, പിന്നീട് അബ്ഷലോമിൻ്റെ കൗൺസിലറായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അബ്ഷലോം അഹിതോഫേലിൻ്റെ ആലോചന സ്വീകരിക്കാതെ മറ്റൊരാളുടെ ആലോചന സ്വീകരിച്ചപ്പോൾ ആ നാണക്കേട് സഹിക്കാൻ പറ്റാതെ തന്നേക്കാൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തു, തന്നേക്കാൾ മറ്റൊരാളുടെ ഉപദേശം മാനിച്ചു എന്ന് മനസ്സിലായപ്പോൾ അഹിതോഫേൽ ചെന്ന് തൂങ്ങി മരിച്ചു. പിന്നെ നമുക്കറിയാം യൂദാസ്. അല്ല, യേശു പിടിക്കപ്പെട്ടു, മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ നിരാശനായി കുറ്റബോധത്താൽ ഭാരപ്പെട്ട് പോയി തൂങ്ങി മരിച്ചു. ബൈബിളിലും ആത്മഹത്യയുടെ ചില ഉദാഹരണങ്ങളുണ്ടല്ലോ. അല്ലെ, നമ്മൾ വിശ്വാസികളാ, നമ്മൾ ക്രിസ്ത്യാനികളാ, ദൈവമക്കളാ. നമ്മൾ ഒരിക്കലും ചിലപ്പോൾ വിഷമെടുത്ത് കുടിക്കാനോ, അല്ലെങ്കിൽ വെയിൻ മുറിക്കാനോ, അല്ലെങ്കിൽ ഒരു പാലത്തിൽ നിന്ന് എടുത്ത് ചാടാനോ, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനോ നമ്മൾ അങ്ങനെയൊന്നും ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരത്തില്ല. പക്ഷേ വിശ്വാസികളുടെ ഇടയിൽ വരുന്ന ചിന്തകളാണ്, ഇനി ജീവിച്ചിട്ട് എന്തിനാ, അല്ലെങ്കിൽ കർത്താവ് വേഗം വന്നാൽ മതിയായിരുന്നു, കർത്താവ് എന്നെ അങ്ങ് എടുത്തോണേ, ജീവിച്ചു മടുത്തു. ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. ഈ കടുത്ത നിരാശയുടെ പുറകിലുള്ള 3 മൂലചിന്തകൾ ഞാനൊന്ന് എടുത്ത് പറയട്ടെ. അതിലൊന്നാണ്, എന്നെ സഹായിക്കാൻ ആർക്കും പറ്റില്ല. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത. രണ്ടാമത്തെ ഒരു കടുത്ത ചിന്തയാണ്, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, എൻ്റെ ചുറ്റുമുള്ള ആർക്കും ഈ പ്രശ്നമില്ല, എല്ലാവരുടെയും ജീവിതം നന്നായിട്ട് പോകുന്നു, എനിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. മൂന്നാമത്തെ ചിന്തയാണ്, ഈ പ്രശ്നം തീരത്തില്ല, ഈ പ്രയാസം മാറത്തില്ല, ഇതെന്നെയും കൊണ്ട് ഈ പ്രശ്നം പോകത്തുള്ളൂ. അപ്പോൾ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും മനുഷ്യനെ നടത്തുന്നത്. എന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. 2, എനിക്ക് മാത്രമുള്ളൂ ഇങ്ങനത്തെ വിഷയങ്ങൾ. 3, ഈ പ്രശ്നം ഒരിക്കലും തീരത്തില്ല. ദൈവമക്കളെ, ഈ ചിന്തകളുടെയൊക്കെ പ്രതിവിധി നമുക്ക് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഈ നിരാശയെ അതിജീവിക്കാനും സൊല്യൂഷൻ ദൈവം ബൈബിളിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നമുക്ക് 4 സത്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. 2 നമുക്ക് ആദ്യം ചിന്തിക്കാം. ആദ്യം കർത്താവ് പറയുവാണേ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ ദൈവമക്കളെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഈ ദൈവമാണ് നമ്മളെ ചുമക്കുന്നത്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവ് നമ്മളോട് വ്യക്തമായിട്ടൊന്ന് സംസാരിക്കുക. കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മളൊന്ന് കൊടുക്കണം. അത് ചിന്തിച്ച് ഒരു നിരാശയിലേക്ക് പോകുന്നതിന് മുൻപേ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് ഭാരമായി തോന്നുമ്പോൾ തന്നെ അത് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കണം. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. കർത്താവ് സർവശക്തനാണ്. കർത്താവ് സർവജ്ഞാനിയാണ്. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വിഷയങ്ങൾ കർത്താവിന് അറിയാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിന് അറിയാം. ഇപ്പോൾ കർത്താവ് ഇന്ന് നമ്മളോട് പറയുക, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ ഭാരങ്ങളും നമ്മൾ കർത്താവിൻ്റെ കയ്യിലോട്ട് അത് കൊടുക്കണം. ഈ ഭാരം നമ്മൾ ചുമന്ന ഇത് നമ്മളെ മുക്കിക്കളയും. എന്നാൽ കർത്താവിൻ്റെ കയ്യിലോട്ട് ഈ ഭാരം നമ്മൾ കൊടുത്താൽ കർത്താവ് നമ്മുടെ ബോട്ടിലുള്ളത് കൊണ്ട് ഒരു നല്ല തുറമുഖത്തേക്ക് കർത്താവ് നമ്മളെ വേഗത്തിൽ എത്തിക്കും. ആദ്യം തന്നെ കർത്താവ് പറയുവാണ്, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ 1 കോടി നിത്യത മടങ്ങ് ദൈവം നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കരുതുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവിന് അറിയാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവിന് അറിയാം. നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് ഓരോ ദിവസവും അത് വരുമ്പോൾ തന്നെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് കർത്താവിനെ വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ദിവസത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങാം. രണ്ടാമത് നമ്മളിവിടെ കണ്ട ഒരു സത്യമാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റി നടക്കുന്നു. ദൈവമക്കളെ, വളരെ ക്ലിയറായിട്ട് കർത്താവ് പറയുക, നമുക്കൊരു ശത്രുവുണ്ട്. അത് മനുഷ്യരല്ല, അത് വേറെ ആരുമല്ല, അത് സാത്താനാണ്. ഈ സാത്താൻ നമ്മളെ വിഴുങ്ങാൻ വേണ്ടി ചുറ്റി നടക്കുക. നിരാശയുടെ ചിന്തകളിട്ട് നമ്മളെ വിഴുങ്ങാൻ ഈ സാത്താൻ ചുറ്റി നടക്കുക. നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ ചിന്തകളല്ല. സാത്താൻ അവൻ്റെ ദൂതഗണങ്ങളെ ഹോംവർക്ക് കൊടുത്ത്, അസൈൻമെൻറ്റ് കൊടുത്ത് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുക. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നിരാശയുടെ ചിന്തകൾ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല, ഈ രോഗം മാറത്തില്ല, ഇതിനൊരവസാനമില്ല, എന്താ പറഞ്ഞ ഈ കടത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം ഇനി എപ്പോൾ നടക്കാനാ, ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ എപ്പോൾ നേരെയാകാനാ, ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടാൻ പിശാച് തൻ്റെ ദൂതഗണങ്ങൾക്ക് അവരെ ആക്കി വെച്ചിരിക്കുക. ഇത് പിശാചിൻ്റെ തീയമ്പുകളാണ് ഈ വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം സത്യമാണെന്നോർത്ത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ നിരാശയിലേക്ക് നീങ്ങിപ്പോകും. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം, ഇത് പിശാച് എന്നിലേക്ക് തൊടുത്ത് വിട്ടിരിക്കുന്ന ഒരു തീയമ്പ. എൻ്റെ വിശ്വാസത്തിൻ്റെ പരിച ഞാൻ ഉയർത്തി ഞാൻ അതിനെ തടുക്കും. പിശാച് ചില അവൻ്റെ ഈവിൾ സ്പിരിറ്റ്സിനെ, അവൻ്റെ ദൂതഗണങ്ങളെ ഇന്ന് സ്പെഷ്യൽ ഹോംവർക്ക് കൊടുത്ത് വിട്ടേക്കുക. ദീപ കണ്ണു തുറക്കുമ്പോൾ തന്നെ പല നിരാശയുടെ ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് ഇടണം. അപ്പം അങ്ങനത്തെ ഒരു ബോധത്തോടെ ഞാൻ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഓരോ ചിന്തകൾ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ദുഷ്ട പിശാചേ, ഇത് എൻ്റെ ചിന്തയല്ലടാ, ഇത് സത്യമല്ല, ഇത് നിൻ്റെ തന്ത്രമാ, ഞാൻ അതിനെ എതിർക്കുക. അതെങ്ങനെ എതിർക്കണമെന്ന് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. അപ്പം രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്, നമുക്കൊരു പ്രതിയോഗിയുണ്ട്. നിരാശയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടാൻ പിശാച് വ്യഗ്രത പൂണ്ട് നടക്കുക. അപ്പം അവൻ ആ ചിന്തകൾ വിശ്വസിക്കുമ്പോൾ അവൻ വിഴുങ്ങുക. നമ്മളെ വിഴുങ്ങാൻ നമ്മൾ അനുവദിച്ച് കൊടുക്കരുത്. അവൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. കാരണം അവൻ ബോഷ്കിൻ്റെ അപ്പനാ, അവന് കള്ളം പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ആകുല ചിന്തകൾ ഇടാൻ
അതിൻ്റെ പുറകിൽ പിശാചാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. ഇപ്പം 2 സത്യം നമ്മൾ മനസ്സിലാക്കി. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 2, ആകുല ചിന്തകളാകുന്ന തീയമ്പുകൾ തൊടുത്തു വിടുന്നത് വേറെ ആരുമല്ല, അത് നമ്മുടെ ചിന്തകൾ പോലുമല്ല, അത് തൊടുത്തു വിടുന്നത് നമ്മുടെ ശത്രുവായ പിശാച. 3, നമുക്കത് മുമ്പോട്ട് വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഇപ്പം 3 നമ്മൾ നേരത്തെ ചിന്തിച്ചൊരു ചിന്തയായി എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വിഷയം. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക, ദൈവമക്കളെ, നമുക്ക് മാത്രമല്ല ഈ പ്രയാസം. ഈ ലോകത്തിലുള്ള നമ്മുടെ സഹോദര വർഗങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകൾ തന്നെ, അതായത് നമ്മൾ ഏത് അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നോ അതേ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന അനേകര് നമ്മുടെ ചുറ്റുമുണ്ട്. പിശാച് പറയും നമുക്ക് മാത്രം ഇതുള്ളൂ. അല്ല, ആ സമയത്ത് വാ തുറന്ന് നമ്മൾ പറയണം, നമ്മൾ വിശ്വസിക്കണം, എൻ്റെ സഹോദരങ്ങൾക്കും ഇതുപോലത്തെ കഷ്ടപ്പാടുകൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അല്ല, നമ്മൾ അനുഭവിക്കുന്ന അതേ കടഭാരങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന അതേ രോഗങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതേ നെഗറ്റീവ് ചിന്തകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കുള്ള അതേ ഭാരങ്ങൾ, അല്ല അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അതേ ഭാരങ്ങൾ, ജപ്തിയുടെ നോട്ടീസുകൾ, ഇങ്ങനെ അനേക ചിന്തകൾ, അനേക ഭാരങ്ങൾ നമ്മുടെ സഹോദര വർഗങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളൊരു വലിയ ഒരു ആഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവമേ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിരാശയിലേക്ക് പോകത്തില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കർത്താവെ അങ്ങ് എന്നെ ആശ്വസിപ്പിക്കണം, അങ്ങ് എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തരണം, അങ്ങ് എന്നെ ഇതിൽ നിന്നൊന്ന് കരകയറ്റണം. എന്നിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ അവർക്കൊരു വിടുതൽ കൊടുക്കാൻ ദൈവമേ എന്നെ അങ്ങ് ഉപയോഗിക്കണം. ഹല്ലേലൂയ. നിരാശയെ അതിജീവിക്കാനുള്ള 3 വലിയ സത്യമാണ് നമ്മൾ ഒറ്റയ്ക്കല്ല. പിശാച് നമ്മളെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കള്ളമാണ് നമ്മൾ ഒറ്റയ്ക്ക. കാരണം നമ്മളെ ഒറ്റയ്ക്ക് കിട്ടിയാലേ അവന് നമ്മളെ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ നാഷണൽ ജോഗ്രഫി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന മാനുകളെയും കാട്ടുപോത്തുകളെയും ഒക്കെ സിംഹം വളയുന്നത്. അവർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സിംഹങ്ങൾക്ക് അവരെ പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നീ ഒറ്റയ്ക്ക്, നിനക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇതില്ല, മറ്റെല്ലാവരും നല്ല സുഖമായിട്ട് കഴിയുക, മറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? പിശാചിന് നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമ്മൾ വാ തുറന്ന് ഈ വചനത്തിൻ്റെ സത്യം വിളിച്ചു പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വേണം ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകർക്ക് ഞാനൊരു ആശ്വാസമായി മാറാൻ. അല്ലേ? നാലാമത്തെ സത്യം നമ്മളിവിടെ കാണുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തു യേശുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്യതാണ്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അപ്പോൾ പിശാച് പറയുന്ന കള്ളം എന്താ? ഈ പ്രശ്നം തീരത്തില്ല, ഈ പ്രശ്നം നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയുകയാണ്, അല്ല, ഈ പ്രശ്നം അല്പകാലത്തേക്കേ ഉള്ളൂ. മക്കൾ, ഇതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. ഈ പ്രശ്നത്തിനൊരു ആരംഭമുണ്ടെങ്കിൽ കർത്താവ് പറയുക, ദൈവം തന്നെ, സർവകൃപാലുവായ ദൈവം തന്നെ ഈ പ്രശ്നത്തിനൊരു അവസാനം വരുത്തും. നമ്മുടെ ദൈവം ആദ്യനും അന്ത്യവുമാണ്. അപ്പം ഈ പ്രശ്നം ദൈവത്തിൻ്റെ അറിവോടെയാണ് ഈ പ്രശ്നം തുടങ്ങിയതെങ്കിൽ ദൈവം തന്നെ ഒരു സമ്പൂർണതയിലേക്ക് നമ്മളെ നടത്തും. ഈ പ്രശ്നത്തിനൊരു സമാപ്തി ഉണ്ട്, അല്ലെ? ഗ്ലോറിയസ് ഇയേഴ്സ്, അല്ലെ? തേജസ്സേറിയ വർഷങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം 4 സത്യങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ചു. 1, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ട്. 2, ഈ ചിന്തകൾ നമ്മുടെ തോന്നലുകളല്ല, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടുന്ന പ്രതിയോഗിയായ ശത്രുവായ ഒരു പിശാച് നമ്മളെ നിരാശയുടെ ചിന്തയിട്ട് വിഴുങ്ങാൻ നമ്മളെ ചുറ്റി നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശത്രു സാത്താന. 3, നമുക്ക് മാത്രമല്ല ഈ വിഷയം, നമ്മളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അനേകര് ഉണ്ട്. 4 നമ്മൾ പഠിച്ച സത്യം ഇതാണ്, ഈ പ്രശ്നം എന്നേക്കും നിലനിൽക്കത്തില്ല, ഇത് അല്പകാലത്തേക്ക് ഈ പ്രശ്നമുള്ളൂ. ഈ പ്രശ്നം തന്നെത്താനെ പോലും അല്ല നിൽക്കാൻ പോകുന്നത്, സർവകൃപാലുവായ ദൈവം തന്നെ
ഈ പ്രശ്നത്തിനൊരു അവസാനം വരുത്തുമല്ല, ഈ പ്രശ്നത്തിൻ്റെ അവസാനത്തിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കും, ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവം നമ്മളെ ഉറപ്പിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവമക്കളെ? ആകുലതകളെയും നിരാശകളെയും ആത്മഹത്യാ ചിന്തകളെയും അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് നമുക്ക് കർത്താവിന് കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ബോട്ടിലുണ്ട്. ഒരിക്കലും ഈ ബോട്ട് മുങ്ങത്തില്ല. ഈ പ്രശ്നം നമ്മളെ മുക്കിക്കളയത്തില്ല. ഈ തീയിൽ നമ്മൾ വെന്തു പോകത്തില്ല. ഒരു സേഫ് തുറമുഖത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കും. രണ്ട്, നമ്മുടെ ശത്രു പിശാചാണെന്ന് നമ്മൾ തിരിച്ചറിയുക. വചനം പറഞ്ഞ് നമ്മൾ അവനോട് എതിർത്ത് നിൽക്കണം. അല്ലെ, നമ്മൾ ചാരി ഇരുന്ന് ചിന്തിച്ചാൽ ഒന്നും പിശാച് പോകത്തില്ല. നമ്മൾ ചാരി ഇരുന്ന് ചിന്തിച്ചാൽ അവൻ പറയുന്ന വാക്കുകൾ നമുക്ക് സത്യമായിട്ട് തോന്നും. നമ്മുടെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നമുക്ക് നഷ്ടമായി പോകും. പക്ഷെ ആ ചിന്ത വരുമ്പോൾ തന്നെ 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3, 4, 5 പൗലോസ് പറയുന്നത് പോലെ ഏതു വിചാരത്തെയും ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കണം. ടേക്കിംഗ് എവ്രി തോട്ട് ഇൻ ടു ക്യാപ്റ്റിവിറ്റി ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ടു ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ഒറ്റ നിരാശയുടെ ചിന്ത പോലും നമ്മൾ വെറുതെ വിടരുത് ദൈവമക്കളെ. അത് പിടിച്ചെടുക്കണം. പിശാചിനോട് വചനം പറഞ്ഞ് തന്നെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞ് തന്നെ, ദുഷ്ട പിശാചേ, ഇതെൻ്റെ ചിന്തയല്ല, ഇത് നീയാണെന്ന് എനിക്കറിയാം, നീ പറയുന്നതിൽ ഒരു സത്യവുമില്ല, നീ ബോഷ്കിൻ്റെ അപ്പന, നിനക്ക് കള്ളം പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ, ഞാനത് അറിഞ്ഞ് നിന്നോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് വാഗൊണ്ട് തുറന്നു പറഞ്ഞ് എതിർത്ത് നിന്ന് നമ്മൾ അവനെ ജയിക്കണം. മൂന്നാമത്തത്, നമുക്ക് മാത്രമല്ല ഈ വിഷയം, നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ഈ സമയത്ത് അങ്ങയുടെ ആശ്വാസം എന്നിലേക്ക് അയക്കണമേ, അങ്ങയുടെ ആശ്വാസം എന്നിലേക്ക് അയക്കണമേ, അങ്ങെന്നെ ആശ്വസിപ്പിക്കണമേ. ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങെന്നെ പുറത്ത് കൊണ്ടുവരും എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിതിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് എനിക്ക് തരുന്ന ഈ ആശ്വാസം, അങ്ങ് എനിക്ക് തരുന്ന വിടുതൽ അനേകർക്ക് കൊടുക്കാൻ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ. ദൈവമക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും നിറവേറുന്നത്. അപ്പം ആ ഒരു ആഗ്രഹം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാം. നാലാമത്തേത്, ഈ പ്രശ്നത്തിനൊരവസാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ടേക്ക് 1 day at a time. ആ കർത്താവിൻ്റെ കൈ പിടിച്ച് നമുക്ക് ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ആ ഭാവി നമ്മൾ കണ്ട് സ്തോത്രം ചെയ്യണം. അല്ല, ഇപ്പം നമ്മൾ തളർന്ന് കിടക്കുമായിരിക്കും, ഇപ്പം നമ്മൾ രോഗിയായിട്ട് കിടക്കുമായിരിക്കും. പക്ഷെ കർത്താവ് നമുക്കൊരു ഉറപ്പ് തരുമോ, മക്കളെ, ഞാൻ തന്നെ ഇതിനൊരു അവസാനം വരുത്തും. പിശാച് നിങ്ങളെ നശിപ്പിക്കാൻ, ഈ പ്രശ്നത്തെ തിരിക്കാൻ ശ്രമിച്ചു, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഇത് നിങ്ങളുടെ ആത്മീക വർധനവിനായിട്ടും അനേകരുടെ വിടുതലിനായിട്ടും ഞാൻ ഈ പ്രശ്നത്തെ കൊണ്ടുചെന്ന് എത്തിക്കും. ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പിക്കും, ശക്തീകരിക്കും. നാലാമത്തേത്. അഞ്ചാമത്തേത്, നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം നമ്മൾ എടുക്കണം. ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നമുക്ക് വചനം പറഞ്ഞിട്ടും ചില ആകുലതകൾ നമ്മളെ വിട്ടു പോകുന്നില്ലായിരിക്കും. മരിക്കണം എന്നുള്ളൊരു ചിന്ത വീണ്ടും നമ്മളെ വേട്ടയാടുന്നുണ്ടായിരിക്കും. അല്ലെ, മരിക്കാൻ ചിലപ്പോൾ നമ്മൾ ഒരു ശ്രമം പോലും ആരും അറിയാതെ നടത്തിയിട്ടുണ്ടാകും. ഇങ്ങനത്തെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ മക്കളെ, സഹായം എടുക്കാൻ നിങ്ങൾ മടിക്കരുത്. നമ്മുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കൗൺസിലിംഗ് ടീമുണ്ട്. അല്ലെ, ചിലപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പൈശാചിക ഹോൾഡ് ആണെങ്കിൽ മറ്റ് ഒരു സ്പിരിച്വലി മെച്യൂർ, ആത്മീക പക്വതയുള്ള, ഒരു ആന്തരിക സൗഖ്യവും വിടുതലും തരാൻ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള, അഭിഷേകമുള്ള ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ കൗൺസിലിങ്ങിന് നിങ്ങൾ കടന്നു വരാൻ മടിക്കരുത്. ഒരുറപ്പ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുക. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ ഞങ്ങൾ വളരെ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യത്തുള്ളൂ. കൗൺസിലേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്ത് പോകത്തില്ല, കൗൺസിലിംഗ് റൂമിൻ്റെ പുറത്തേക്ക് അത് പോകത്തില്ല. അങ്ങനെയുള്ളൊരു പേടിയിൽ ആരും ബന്ധിക്കപ്പെട്ടിരിക്കരുതേ. നിങ്ങൾ കടന്നു വന്ന് സഹായം എടുക്കണമേ. ഹല്ലേലൂയ. മക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ആത്മഹത്യയുടെ ഒരു അതിപ്രസരം നടക്കുക. അല്ലെ, കൊറോണ കൊണ്ട് ജനങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് അനേകരെ നടത്താൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു TV പ്രോഗ്രാമിൽ ഒരു എക്സ്പേർട്ട് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അദ്ദേഹം പറയുമായിരുന്നു, ദിസ് ലോക്ക്ഡൗൺ വിൽ കിൽ മോർ പീപ്പിൾ ദാൻ COVID-19. ഈ COVID-19നേക്കാൾ അധികം ആളുകളെ ഈ ലോക്ക്ഡൗൺ കൊല്ലുമെന്ന്. ഞാനത് ഒത്തിരി ചിന്തിച്ചു, അദ്ദേഹം പറഞ്ഞ കാര്യം.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ദൈവമക്കളെ, ഈ ഒരു ആത്മമണ്ഡലത്തിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ഈ ലോകത്തിലേക്ക് പിശാച് ഒരു ആത്മഹത്യയുടെ അതിപ്രസരം അഴിച്ചു വിട്ടേക്കുക. ഈ സമയത്ത് ദൈവമക്കളെ നമ്മൾ ഉണരണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആകുലതകളും നിരാശകളും നമ്മൾ കുടഞ്ഞ് കളഞ്ഞ് അനേകരെ വിടുവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അല്ലേ, ബൈബിളിൽ ഞാൻ ഒരാളുടെ കൂടെ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലേ, പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിൽ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, വലിയ ഭൂമികുലുക്കം ഉണ്ടായി. പെട്ടെന്ന് ജയിലർ ഓർത്തു ഇവർ രക്ഷപ്പെട്ടെന്ന്. ഇവർ അകത്തളത്തിരിക്കുക, പക്ഷെ പുറത്ത് വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഈ ജയിലധികാരി തൻ്റെ വാളെടുത്ത് തന്നെ കുത്തി മരിക്കാൻ പോണ സമയത്ത് അകത്തിരിക്കുന്ന ഇരുട്ടത്തിരിക്കുന്ന പൗലോസിൻ്റെ കണ്ണ് ദൈവം തുറന്ന് ആ ജയിലർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഈ പൗലോസ് കണ്ടിട്ട് പൗലോസ് വിളിച്ചു പറയോ, നിങ്ങളെ ദ്രോഹിക്കരുതേ, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞാനിവിടെ തന്നെയുണ്ട്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കട്ടെ. അനേക വീടുകളിൽ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്ന ആളുകൾ ഇരിപ്പുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ചിലരെ ഫോൺ വിളിക്കാൻ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും, ചില വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാൻ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും. അല്ലെ, നമ്മളൊന്ന് കടന്നു ചെല്ലുന്നതിൽ കൂടെ ആയിരിക്കും, നമ്മളൊന്ന് ഫോൺ വിളിക്കുന്നതിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു വചനം SMS അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ ഫോർവേഡ് ചെയ്യുന്നത് കൂടിയായിരിക്കും ആ വ്യക്തി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഒറ്റ സെക്കൻഡ് പോലും നമ്മൾ ഇനി നിരാശയിലും ആത്മഹത്യയിലും ഇരിക്കരുത്. നമ്മളതിനെ കുടഞ്ഞ് കളഞ്ഞ് ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, അനേകരുടെ വിടുതലിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. ആത്മഹത്യക്കെതിരായിട്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മഹത്യയിൽ കൂടെ പിശാചിൻ്റെ രാജ്യത്തിനല്ല ഒരു കൊയ്ത്ത് കിട്ടേണ്ടത്. ഈ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിത്യജീവന് വേണ്ടി സ്വർഗത്തിലേക്കാണ് വലിയൊരു കൊയ്ത്ത് ആത്മാക്കളുടെ കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും വചനത്തിൻ്റെ പ്രഖ്യാപനത്താലും നമുക്ക് അതിജീവിക്കാം. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുമേ, കലങ്ങുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുമേ, കണ്ണോ
ഉള്ളം കാലത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും തരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലർന്നുള്ളതെന്തിനും നീ കരുതുന്നവൻ ഞാനല്ലയോ കലർന്നുള്ളതെന്തിനും നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ സത്യങ്ങളെ അയച്ച് ഞങ്ങളുടെ മനസ്സുകൾക്കും ഞങ്ങളുടെ ശരീരങ്ങൾക്കും കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മമണ്ഡലങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ സകല വഴികളെയും യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ഞങ്ങൾ കൊണ്ടുവരുന്നപ്പാ. ദൈവഹിതമല്ലാത്ത എല്ലാ ചിന്തകളും, ഭയത്തിൻ്റെയും നിരാശയുടെയും ആകുലതയുടെയും പരാജയങ്ങളുടെയും മരണത്തിൻ്റെയും ചിന്തകളെ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നു. ഇതിൻ്റെ പുറകിൽ വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തികളെയും അവൻ്റെ തന്ത്രങ്ങളെയും കള്ളങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങളുടെ സകല ഭാരങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഒരു പുതിയ അഭിഷേകം ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാപിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം ഞങ്ങളുടെ ബലം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അനേകം വെണ്ണീറിലിരിക്കുന്നവർക്ക് അലങ്കാരമാലയും, ദുഃഖിതന്മാർക്ക് ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സുള്ളവർക്ക് സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് ആ ഒരു വിളിയിലേക്ക് ഇന്ന് ഞങ്ങൾ കയറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ പാൻഡമിക്കിൻ്റെ മധ്യത്തിലും ദൈവമായ കർത്താവ് നമ്മളെ ഓവർകം ചെയ്യുവാൻ സഹായിക്കും. ലെറ്റ് ഗോഡ് ഹെൽപ്പ് us ടു ഓവർകം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓർക്കുക, ടുമോറോ മോർണിംഗ് 9:30 ഓൺലൈൻ സൺഡേ സർവീസ്. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും അതിനായി പ്രിപ്പയർ ചെയ്ത് കടന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.